ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഒരു ബട്ടർ കുക്കിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടെന്ന് വെച്ചാൽ വായിലിട്ട് അലിഞ്ഞു പോകുന്ന രീതിയിലുള്ള നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബട്ടർ കുക്കിയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. ഇത് ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. ഒരു 10-20 മിനിറ്റിൻ്റെ കാര്യമുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ആരെങ്കിലും ചാനൽ പുതിയതായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ റെസിപ്പിയിലോട്ട് കിടക്കാം. അപ്പോൾ ഈ റെസിപ്പിയിലോട്ട് നമുക്കൊരു 1/2 കപ്പ് അൺസോൾട്ടഡ് ബട്ടർ വേണം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, നല്ല റൂം ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന ബട്ടർ വേണം നമ്മൾ എടുക്കാനായിട്ട്. പിന്നെ നമുക്ക് അതിലോട്ട് ഒരു 1/4 കപ്പ് പ്ലസ് 1 ടേബിൾ സ്പൂൺ ഫൈൻ ഷുഗർ നമുക്ക് ആഡ് ചെയ്യണം. പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഷുഗർ നിങ്ങൾക്ക് അതുപോലെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് അതിലോട്ട് ഒരു 1/4 ടീസ്പൂണോളം സോൾട്ടും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആ ഒരു ഫ്ലേവർ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സോൾട്ട് ആഡ് ചെയ്യുന്നത്. എന്നിട്ട് ഒരു സ്പാച്ചിൽ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ വേണം എടുക്കാനായിട്ട്, എന്നാലാണ് നമുക്ക് നന്നായിട്ട് മിക്സ് ആയിട്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഭയങ്കര ഹാർഡായിരിക്കും മിക്സ് ചെയ്യാനായിട്ട്. ഇതേ കണ്ടു, ഇപ്പോൾ സ്പാച്ചിൽ വെച്ച് ജസ്റ്റ് ആക്കുമ്പോൾ തന്നെ നന്നായിട്ട് മിക്സ് ആയിട്ട് വരുന്നുണ്ട്. ഇനി നമുക്കത് ഒരു ബീറ്റർ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം. കാരണം നമുക്ക് ഇതിൻ്റെ കൺസിസ്റ്റൻസി ഭയങ്കര പെയിലായിട്ടൊരു ക്രീമി കൺസിസ്റ്റൻസി കിട്ടുന്നവരെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് തന്നെ ബൗൾ നന്നായിട്ട് സ്ക്രാപ്പ് ചെയ്ത് കൊടുക്കുക. കാരണം എല്ലാവിടുത്തെ ബട്ടറും നന്നായിട്ട് ക്രീമി കൺസിസ്റ്റൻസി ആവണം. എല്ലാവിടേക്കും നന്നായിട്ട് ബീറ്റർ വരണം, നന്നായിട്ട് ബീറ്റായിട്ട് കിട്ടണം. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് കാണാം, നമ്മുടെ ഒരു ക്രീമി കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് നമ്മുടെ ബാറ്റർ. ഒരു ഫ്ലഫി ഭയങ്കര കളർ വരെ മാറിയിട്ട് ഒരു യെല്ലോ കളറിൽ നിന്ന് ഒരു ക്രീമി കളർ ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കൺസിസ്റ്റൻസി, നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഇങ്ങനെ ആയിരിക്കണം. ഇനി അടുത്തതായിട്ട് അതിലോട്ട് ഒരു മുട്ടയുടെ മഞ്ഞ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ വെള്ളം യൂസ് ചെയ്യുന്നില്ല, മഞ്ഞ മാത്രമാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു എഗ് യോക്ക് അതിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഒരു ടീസ്പൂൺ വാനില എക്സ്ട്രാക്റ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഫ്ലേവർ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഹെവി ക്രീമും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മുടെ ആ മിക്സറിലോട്ട്. ഇനി നമ്മൾ അതൊരു ബീറ്റർ വെച്ചിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് കമ്പൈൻ ആവുന്ന വരെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ എല്ലാവിടേക്കും നന്നായിട്ട് അത് കമ്പൈൻ ആയിട്ട് കിട്ടണം. എല്ലാ മിക്സ്ചറിലേക്കും നന്നായിട്ട്, അല്ലെങ്കിൽ ആ എല്ലാ ബാറ്ററിലോട്ടും അത് കറക്റ്റായിട്ട് കമ്പൈൻ ആയിട്ട് വരണം. ഇനി നമുക്കൊരു അരിപ്പ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു സീവർ വെച്ചിട്ട് നമുക്ക് 1 കപ്പ് കേക്ക് ഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു 2 ടേബിൾ സ്പൂണോളം കോൺഫ്ലവറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ കോൺസ്റ്റാർച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ മുഴുവനായിട്ടും ആദ്യമേ അരിച്ചെടുക്കേണ്ട, ആദ്യം കുറച്ച് അരിച്ചതിന് ശേഷം ഒരു സ്പാച്ചുല അല്ലെങ്കിൽ ഒരു സ്പൂണോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ എല്ലാവിടേക്കും ആ ഒരു ഇത് കറക്റ്റായിട്ട് മിക്സ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. വീണ്ടും കുറച്ചും അരിച്ച് കൊടുക്കുക. അതിനുശേഷം വീണ്ടും ഒരു സ്പാച്ചിൽ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് നമ്മുടെ ആ ഒരു നമ്മൾ ആഡ് ചെയ്ത പൗഡേഴ്സൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കിട്ടുന്നവരെ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ നമ്മുടെ ബാറ്റർ നല്ല ക്രീമി ആയിട്ട് കിട്ടും. അവസാനം നല്ല ക്രീമി ആയിട്ട് നമ്മുടെ ബാറ്റർ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ബാറ്റർ ഒരു പൈപ്പിംഗ് ബാഗ് വെച്ചിട്ട് ഒരു ബേക്കിംഗ് ട്രേയിലോട്ട് പൈപ്പ് ചെയ്തെടുക്കാം. ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ട് നിങ്ങൾ ലൈൻ ചെയ്തിട്ടുള്ള ഒരു ബേക്കിംഗ് ട്രേ വേണം യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ എൻ്റെ ആ ഒരു വീഡിയോ മിസ്സായി, സോറി. അതുകൊണ്ടാട്ടോ കാണിക്കാൻ പറ്റാത്തത്. കാരണം നമുക്ക് ഒരു പ്രീ ഹീറ്റഡ് ആയിട്ടുള്ള ഒരു അവനിൽ 15 to 18 മിനിറ്റ്സ് നമുക്ക് നന്നായിട്ടൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. ഇത് കണ്ടോ, നമ്മുടെ കുക്കീസ് ഇവിടെ ബേക്കായിട്ട് കിട്ടുന്നുണ്ട്. പെട്ടെന്ന് ബേക്കായിട്ട് കിട്ടും കേട്ടോ, അധികം സമയമൊന്നും വേണ്ട. പിന്നെ നമ്മുടെ ഓവൻ്റെ ഇതിനനുസരിച്ച് മറിഞ്ഞിരിക്കും കേട്ടോ ടൈമിങ്ങിൻ്റെ കാര്യം. അപ്പം നമ്മുടെ ബേക്ക് ചെയ്ത ബട്ടർ കുക്കീസ് ഇവിടെ കിട്ടിയിട്ടുണ്ട്, നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നിങ്ങൾ പൈപ്പ് ചെയ്യുന്നതിനനുസരിച്ചും അതിൻ്റെ ആ ഒരു ഷേപ്പൊക്കെ മറിഞ്ഞൊക്കെ ഇരിക്കും. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. വായിലിട്ട് ശരിക്കും പറഞ്ഞാൽ അലിഞ്ഞു പോകുന്ന ഒരു ടേസ്റ്റാണ് ഈ ഒരു ബട്ടർ കുക്കീസിനുള്ള. നല്ല ബട്ടർ ക്രീമിൻ്റെ ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ പല ബാച്ചസ് ആയിട്ടാണ് കേട്ടോ ഇതൊക്കെ ബേക്ക് ചെയ്ത്, ഒറ്റയടിക്കല്ല, കുറച്ചേശ്ശെ മാത്രമായിട്ട് ആണ് ബേക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ നിങ്ങൾ പൈപ്പ് ചെയ്യുമ്പോൾ കുറച്ച് സ്പേസ് വിട്ടിട്ട് വേണം ആ ഒരു ബേക്കിംഗ് ട്രേയിലോട്ട് ആക്കാനായിട്ട്. ഇനി ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ബട്ടർ വെച്ചിട്ട് ഒന്ന് ലൈൻ ചെയ്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഒരു ഓയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇത് ലാസ്റ്റ് ബാച്ച് ആയിരുന്നു. അപ്പോൾ ക്രീമൊക്കെ കഴിഞ്ഞുകൊണ്ട് ജസ്റ്റ് ലാസ്റ്റ് വന്ന ക്രീം വെച്ച് ജസ്റ്റ് ഡോട്ട് പോലെ മാത്രമായിട്ട് ഞാൻ വെച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനിയും ഇതുപോലെ ഈസി റെസിപ്പീസായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും എല്ലാവർക്കും ബൈ.